ഇന്ന് അൻസിബയുടെ റീ എൻട്രിയാണ്. റീ എൻട്രിക്ക് തൊട്ട് മുൻപ് എയർപോർട്ടിലെത്തിയ അൻസിബ നേരിട്ട രണ്ട് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഇതാണ്. ആരാണ് ബിഗ് ബോസ് സീസൺ 6ന്റെ കപ്പടിക്കാൻ സാധ്യതയുള്ള മത്സരാർത്ഥി? ആരെയാണ് അൻസിബ സപ്പോർട്ട് ചെയ്യുന്നത്? വ്യക്തമായിട്ട് അൻസിബ അതിന് മറുപടിയും പറഞ്ഞിരിക്കുകയാണ്. ആ മറുപടിയിലേക്കും കാര്യത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾ ഈ ചാനലിലൂടെ കാണുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. നിങ്ങളെ സമയം ഒട്ടും കളയുന്നില്ല. നമുക്ക് കാര്യത്തിലേക്ക് പെട്ടെന്ന് തന്നെ കിടക്കാം. അൻസിബ പറഞ്ഞതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, പുറത്തുള്ള കാര്യങ്ങളൊന്നും തന്നെ അകത്ത് പോയി സംസാരിക്കരുത്. അകത്തുള്ള മത്സരാർത്ഥികൾക്കൊക്കെ പുറത്ത് എന്താണ് നടന്നത്, എന്തൊക്കെയാണ് നടക്കുന്നത് എന്നൊക്കെ അറിയാനുള്ളൊരു ഭയങ്കരമായ ആകാംക്ഷയായിരിക്കും. പക്ഷേ നമ്മളത് പറയാൻ പാടില്ല. അത് ബിഗ് ബോസിൻ്റെ റൂളുകൾക്ക് അനുസരിച്ചുള്ളൊരു കാര്യം ഒന്നുമല്ല. അതുകൊണ്ട് തന്നെ അതൊന്നും പറയാൻ പാടില്ല. എന്നാലും പുറത്തു നിന്ന് അകത്ത് പോകുന്ന മത്സരാർത്ഥികളൊക്കെ പുറത്ത് നടക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ അകത്തുള്ള മത്സരാർത്ഥികളോട് പറയുന്നൊരു കാഴ്ച നമ്മൾ കണ്ടാൽ മത്സരത്തിൻ്റെ ഗതിയെ തന്നെ മാറ്റും. എന്നാൽ അൻസിബ വ്യക്തമായിട്ട് അത് പറഞ്ഞു. അത് പറയാൻ പാടില്ല, ഞാൻ അതൊന്നും പറയില്ല. എനിക്ക് അവിടെ കാണണമെന്ന ആഗ്രഹമുള്ള 2-3 പേരുണ്ട്. ആ ചോദ്യത്തിന് അൻസിബ പറഞ്ഞ മറുപടി, അവിടെ ഒന്ന് അഭിഷേകിനെ കാണണം, അതേപോലെ ജിൻഡപ്പനെ കാണണം, അതേപോലെ തന്നെ ഋഷിയെ കാണാൻ ഭയങ്കര ആഗ്രഹമുണ്ട് എന്നാണ് അൻസിബ പറഞ്ഞത്. ആരെ സപ്പോർട്ട് ചെയ്യുന്നു, ആരായിരിക്കും വിന്നർ എന്ന ചോദ്യത്തിന് കൃത്യമായ മറുപടി ഒന്നും അൻസിബ പറഞ്ഞില്ല. അൻസിബ പറഞ്ഞത്, നിങ്ങൾക്ക് ആരാണോ വിന്നർ ആവാൻ യോഗ്യനായിട്ടുള്ള ഒരു മത്സരാർത്ഥിയായിട്ട് തോന്നുന്നത് അയാൾക്ക് നിങ്ങൾ വോട്ട് ചെയ്തോളൂ, അയാൾ വിന്നർ ആവട്ടെ എന്ന് മാത്രമാണ് അൻസിബ പറഞ്ഞത്. കാര്യങ്ങൾ നമുക്കറിയാം, ബിഗ് ബോസിനകത്ത് വളരെ കൃത്യമായിട്ടും വ്യക്തമായിട്ടും കാര്യങ്ങൾ സംസാരിക്കുന്ന കൂട്ടത്തിലാണ് അൻസിബ. ഇപ്പോഴും അൻസിബയുടെ ഒരു മറുപടി എന്ന് പറയുന്നത് റീ എൻട്രിക്ക് തൊട്ട് മുൻപ് വളരെ വ്യക്തമായിട്ട് തന്നെ കാര്യങ്ങൾ സംസാരിച്ച അൻസിബയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. അൻസിബയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക.